ആദ്യമായിട്ട് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 50 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ അഖണ്ഡ ആരാധനയിലായിരുന്നു. അതിൽ ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ അഖണ്ഡ ആരാധനയിൽ ആയിരിക്കുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നില്ല ഇനി എനിക്ക് എത്ര വലിയ ജോലി കിട്ടി, ഞാൻ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എൻ്റെ ഈ മനുഷ്യ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്ക് ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത്. അതിൽ ഞാൻ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞാനൊരിക്കലും പ്ലാൻ ചെയ്തിട്ട് ഈ ആരാധനയിലേക്ക് വന്ന ഒരാളല്ല. ഞാൻ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ഒരു ധ്യാനം കൂടാനിടയായി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈശോനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം, ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പോരാ, കൂടുതലായിട്ട് ഈശോനെ അറിയണം, ഈശോയുടെ സാന്നിധ്യം അറിയണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ടൈമിൽ എന്നെ ആ ധ്യാനത്തിലൊരു വചനം വല്ലാതെ സ്പർശിച്ചു. അതായത് ലോകത്തെയോ ലോക വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്, ലോകത്തെ സ്നേഹിച്ചാൽ ദൈവസ്നേഹം അവരിൽ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ഇതെന്നെ ആഴമായിട്ട് ഇങ്ങനെ സ്പർശിച്ചിരിക്കുന്ന ഒരു സമയം. അതായത് ഞാൻ ഈ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ ആ സന്തോഷങ്ങളിലൊക്കെ എല്ലാവരുടെയും പോലെ എൻജോയ് ചെയ്ത് അങ്ങനെയൊക്കെ നടന്നാൽ ഈശോയുടെ സ്നേഹം എനിക്ക് കിട്ടത്തില്ലല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്ന്, അപ്പോൾ ഞാനങ്ങനെ പ്രാർത്ഥിച്ച്, അതായത് എല്ലാവരും എൻ്റെ ഹോസ്റ്റലിലാണെങ്കിലും എല്ലാവരും അവരുടേതായ രീതിയിലും കാര്യങ്ങളിലൊക്കെ നടക്കുന്നു. സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ മാറി നിന്ന് ജപമാല ചൊല്ലുവാനായിട്ട് തുടങ്ങി. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട്, ഞാൻ സത്യം പറയാലോ, എനിക്ക് ഒരു ജപമാല കൂടുതലൊക്കെ ചൊല്ലാൻ ഭയങ്കര പാടുള്ള ആളാണ്. എനിക്കതിൽ കൂടുതലൊന്നും ജപമാല ചൊല്ലാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈശോ വലിയൊരു കൃപ തന്നു. എത്ര മുഴുവൻ ജപമാല വേണമെങ്കിലും എനിക്ക് ചൊല്ലാം എന്നൊരു രീതിയിലേക്ക് ഈശോ എന്നെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ജപമാല ചൊല്ലി നടക്കുന്ന സമയത്ത് ഈശോ എനിക്കൊരു തോന്നൽ തന്നു, ഈശോയോട് കൂടെ നടക്കാൻ എന്തായാലും നോമ്പ് തുടങ്ങും, അപ്പോൾ നോമ്പെടുക്കണം. അപ്പോൾ നോമ്പെടുക്കാനുള്ള ഒരു പ്ലാൻ എപ്പോഴും എടുക്കാറുണ്ട്. അപ്പോൾ നോമ്പെടുക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഈശോ എന്നോട് പറയുന്ന പോലെ എനിക്ക് ഉള്ളിൽ തോന്നി ഉപവാസം എടുക്കണം. അപ്പോൾ ഞാൻ ഉപവാസം എടുക്കാനുള്ള തീരുമാനത്തിലെത്തി. ഞാൻ 50 ദിവസം ഉപവാസം എടുക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ വീട്ടിൽ എൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ഒരു പ്രാർത്ഥന കൂട്ടായ്മയിലാണെങ്കിൽ അത് നല്ലതാണ്, നിനക്കത് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചൊരുങ്ങുക, അപ്പോൾ ഈശോ നിന്നോട് സംസാരിക്കും. പിന്നെ എനിക്കറിയാവുന്ന ഒരു അച്ഛനോടൊക്കെ ഞാൻ ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, നീ എടുത്തോ, നല്ല കാര്യം, പക്ഷേ ഹെൽത്ത് നോക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇവിടെ സിസ്റ്റർ ഇങ്ങനെ ഒരു ആരാധന നടത്തുന്നുണ്ടെന്നോ എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഞാൻ ഇന്ന് ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് വരേണ്ടതായിട്ട് വരുന്നു ഇങ്ങോട്ട്. അപ്പോൾ ഞാൻ വേറെ ഒരു ഹോസ്പിറ്റലിലൊക്കെ കയറാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇവിടെ വന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു 50 ദിവസത്തെ ആരാധന ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈശോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം വചനം പറയുന്നു, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. അപ്പോൾ എൻ്റെ തീരുമാനമല്ല, എൻ്റെ പ്ലാനല്ല, ഈശോ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നുള്ളൊരു വലിയ വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ 1-ാമത്തെ ദിവസം മുതൽ ആരാധനയിൽ വന്നിരിക്കാൻ തുടങ്ങി. സ്നേഹ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇങ്ങനെ ഞാൻ ആരാധനയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സിസ്റ്ററിന് ഭയങ്കര സന്തോഷമായി. സിസ്റ്റർ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 1-ാമത്തെ ദിവസം മുതൽ ഇവിടെ ആരാധനയിലിരുന്നു. 1-ാമത്തെ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തിരുവോസ്തിയിൽ ഈശോയുടെ രൂപം കാണാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഈശോനെ കണ്ട് ആരാധിക്കാൻ പറ്റുന്നു, ഭയങ്കര സന്തോഷം. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയി. 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു സംശയം, ഇത് എനിക്ക് തോന്നുന്നതാണോ, ഞാൻ ചിന്തിച്ചിട്ടാണോ ഇങ്ങനെ വരുന്നത്, അതായത് തിരുവോസ്തിയിൽ IHS എന്ന് എഴുതിയിട്ടുണ്ട്, അതിനെ ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് ആ രൂപത്തിൽ വരുന്നതാണോ എന്നുള്ള ഒരു വലിയ ഡൗട്ട് വന്നു. അതിന് പിറ്റേ ദിവസം ഈ ചിന്ത വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ആരാധനയിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എനിക്ക് ഈശോനെ കാണാൻ പറ്റുന്നില്ല. IHS എന്ന് എഴുതിയിരിക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് കാണാം. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സങ്കടം. ഈശോയെ, ഞാൻ സംശയിച്ചല്ലോ എന്നോർത്ത് ഞാൻ ഈശോയോട് ക്ഷമ ചോദിച്ചു. ഈശോയെ, നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ വന്നപ്പോഴും എനിക്ക് ഈശോനെ കാണാൻ കഴിഞ്ഞില്ല. എനിക്ക് വളരെ സങ്കടമായി. ഞാൻ ഈശോയോട് ഇതുപോലെ പ്രാർത്ഥിച്ചു, ഈശോ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ എനിക്ക് ഈശോനെ കാണാൻ കഴിഞ്ഞു. പിന്നെയും എനിക്ക് ഈശോനെ കാണാൻ കഴിഞ്ഞു. അതായത് ഇന്നലെയാണ് നമ്മൾ ആരാധന ഇവിടെ ലാസ്റ്റ് ഫുള്ളായിട്ടിരുന്നത്. ആ സമയം വരെ 1-ാമത്തെ ദിവസം മുതൽ ഞാൻ ഈശോയുടെ മുഖം കാണുന്നുണ്ടായിരുന്നു. അതിന് ഈശോയുടെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിൽ ഒരു ദിവസം ചെന്നപ്പം എനിക്ക് വല്ലാതെ സുഗന്ധ അഭിഷേകം ലഭിച്ചു. അതൊരു വലിയ അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അതുപോലെ തന്നെ ഞാനിവിടെ വരുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിക്കും, അവർക്കറിയാം ഞാൻ ഈ ആരാധനയിലാണ്. അപ്പം ക്രിസ്ത്യാനികളല്ലാത്ത ഹൈന്ദവരായ കുട്ടികളും എന്നെ വിളിച്ച് പറയും, പ്രാർത്ഥിക്കണം, ഇന്ന വിഷയമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് നീ പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ജർമ്മൻ ഇൻ്റർവ്യൂ ഉണ്ട്, ഒരു ഹിന്ദു കുട്ടിയാണ്. അവൾ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് നീ പ്രാർത്ഥിക്കണം. ഞാനിവിടെ വന്നു, ഈശോയോട് പ്രാർത്ഥിച്ചു.
വൈകുന്നേരമായി അവൾ എന്നെ വിളിച്ചു, എന്നോട് പറയുവാണ്, എടി ക്രിസ്റ്റി, ഒരു സന്തോഷ വാർത്തയുണ്ട്, നിൻ്റെ ഈശോ നിൻ്റെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അവളുടെ ആ ഒരു വിശ്വാസം, അതായത് ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയാണ് എൻ്റെ പ്രാർത്ഥന കേട്ടു, അതായത് അവൾക്ക് വേണ്ടി അവിടെ ഇടപെട്ടു എന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. അതുപോലെ തന്നെ ഒത്തിരി എൻ്റെ കൂട്ടുകാരിങ്ങനെ വിളിച്ച് ഓരോ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. അപ്പോൾ അവരെന്നെ, ഞാൻ കയറുന്നതിന് മുന്നേ എന്നെ വിളിക്കും, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഞാൻ ഇത്രയും ദിവസം 50 ദിവസം ഈശോയോട് കൂടി ഇവിടെ ആയിരിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സിസ്റ്റർ ഇന്ന് ക്ലാസ് എടുത്തതുപോലെ തന്നെ ഒരു സ്വർഗീയ അനുഭവമായിരുന്നു എനിക്ക്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് എൻ്റെ പപ്പ എന്നോട് തമാശയ്ക്കാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, നിന്റെ ചിരി എന്താ ഓഫാകാത്തെ? മീൻസ് എനിക്കറിയത്തില്ല, എൻ്റെ ചിരി എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും സന്തോഷവും സമാധാനവും അനുഭവിച്ചിട്ടില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിച്ചതും ഞാൻ എൻ്റെ ഈശോയുടെ കൂടെ ആയിരുന്നപ്പോഴാണ്. അതിലെനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇപ്പം ഈശോയുടെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുവാണെങ്കിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഞാൻ ആ ഈശോയുടെ മുന്നിൽ ആരാധനയിൽ ഇരുന്ന് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ എനിക്കത് സാധിച്ചു തന്നിരിക്കും. അതെനിക്ക് നല്ല ഉറപ്പായിട്ട് ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സിസ്റ്ററിനെ അറിയാം, സിസ്റ്റർ എനിക്കൊരു എൻ്റെ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്കറിയാം, നമ്മൾ അതനുസരിച്ചാണ് പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ സിസ്റ്റർ എന്ത് ചെയ്ത് 2 തൊട്ട് 2:30 വരെയുള്ള ഒരു മണിക്കൂർ, 2 തൊട്ട് 3 മണി വരെയുള്ള മണിക്കൂർ നമുക്ക് വ്യക്തിപരമായിട്ട് ഈശോയോട് സംസാരിക്കാനുള്ള സമയമാണ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈശോയോട് നമ്മൾ അല്ലാത്ത സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഈശോയോട് സംസാരിക്കും. ആ സമയത്ത് ഞാൻ ഈശോയോട് എനിക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിക്കും. അങ്ങനെ ഞാൻ ഒരു കാര്യം ഈശോയോട് ആ തിരുവോസ്തിയുടെ മുന്നിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടോ, അതിനെല്ലാം ഉത്തരം എനിക്ക് ഈശോ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, ഞാൻ ചോദിച്ച് ഞാനൊരു ബൈബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വാക്യം എനിക്ക് അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഈശോ എന്നോട് വചനത്തിലൂടെ സംസാരിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇനി എന്ത് ചെയ്യും, ഈ ഒരു കാര്യമുണ്ട്, അതിനി മുന്നോട്ട് എന്ത് ചെയ്യും, എന്തായിരിക്കും ഇനി അതിൻ്റെ ഫലം എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് വരുന്നതെങ്കിൽ, ഞാനിവിടെ എന്തെങ്കിലും ഒരു പണിയെടുത്ത് മെഴുകുതിരി കത്തിക്കാനോ എന്തെങ്കിലും നടക്കുവാണെങ്കിൽ ഇവിടുത്തെ ബ്രദേഴ്സിലൂടെ, ഒന്നെങ്കിൽ സാബു ചേട്ടനായിക്കോട്ടെ, ലാസർ ചേട്ടനായിട്ട് ആരെങ്കിലൂടെ ഈശോനോട് സംസാരിക്കും. ഇനി ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് പറഞ്ഞു തരാനായിട്ട് തുടങ്ങി. അപ്പോൾ അതെല്ലാം എനിക്ക് ഈശോ എൻ്റെ കൂടെ ഉണ്ട്, ഈശോ എന്നെ കാണുന്നുണ്ട്, ഈശോ എന്നെ കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യം എനിക്കത് തന്നു. വചനം പറയുന്നു, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ കേൾക്കുന്ന, നമ്മളെ കാണുന്ന ഇത്രയും നല്ലൊരു ഈശോ ഇവിടെ ഉണ്ടല്ലോ എന്നോർത്തിട്ട്, മീൻസ് എന്നെ കേൾക്കുന്നുണ്ടല്ലോ, എന്നെ കാണുന്നുണ്ടല്ലോ എന്നൊരു ബോധ്യം എന്നിൽ ആഴത്തിലുണ്ടാവാൻ തുടങ്ങി. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാൻ ഈശോയോട് പറഞ്ഞായിരുന്നു, ഈശോ എനിക്ക് ഈസ്റ്ററിന് ഒരു ഡ്രസ്സ് വേണം, ഈശോ എനിക്ക് ഈസ്റ്ററിന് ഒരു ഡ്രസ്സ് വേണം, പക്ഷേ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്കൊരു ഡ്രസ്സ് വേണം. പക്ഷേ ഞാൻ പറയട്ടെ, ഇന്നലെ ഞാൻ ലാസറേട്ടനടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പം ലാസറേട്ടൻ എന്നോട് ചോദിച്ചു, ഒരു പുതിയ ഡ്രസ്സ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊരു പുതിയ ഡ്രസ്സ് വേണമെന്ന്, ഈശോയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്ന് സ്നേഹ സിസ്റ്റർ എല്ലാവരും എനിക്ക് ഗിഫ്റ്റ് തന്നത് കണ്ടു, എനിക്ക് തന്നത് പുതിയ ഡ്രസ്സ്. അപ്പം എന്താ പറയണ്ടേ, എൻ്റെ ആ കുഞ്ഞു കാര്യം, എളിയ ഒരു കാര്യമാണ് ഞാൻ ഈശോ, എൻ്റെ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇത്രമാത്രം വില കൽപ്പിക്കുന്ന ഒരു ഈശോ ഉണ്ട് എന്നൊരു വലിയ ബോധ്യം എനിക്ക് ലഭിച്ചു. അപ്പോൾ എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പറ്റുന്ന സമയത്ത് പറ്റുന്ന പോലെ ഈ ആരാധനയിൽ വന്ന് പങ്കെടുക്കണം. നമ്മളെ കേൾക്കാനും നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാനും പറ്റുന്ന ഒരു ഈശോയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ഈശോയോട് അത്രമാത്രം സ്നേഹത്തിലായിരിക്കണം. നമ്മൾ വേറെ പഴിയിൽ അല്ലെ വേറെ പാപം അങ്ങനെയൊക്കെ ആയിട്ട് ഈശോയോട് പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈശോയ്ക്ക് വേണ്ടി ഈശോയെ സ്നേഹിക്കണം, എനിക്ക് ഈശോയുടെ കൂട്ടത്തിൽ ആഴപ്പെടണം എന്ന ഒരു ചിന്തയോടുകൂടി വന്ന് ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ മക്കളുടെ കാര്യം വരുമ്പം എന്ത് വന്നാലും ഇച്ചിരി സമയം വന്ന് ഈശോയോട് വന്നിട്ട് ആ കാര്യം പറഞ്ഞിട്ട് പോയാൽ ഉറപ്പായിട്ട് നടക്കും. അതെൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണെങ്കിലും ഇവിടെ വന്ന് ഇപ്പോഴും ആരാധനയുണ്ടല്ലോ, അപ്പോൾ വന്നിരുന്നിട്ട് ഈശോയെ ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ പോവുകയാണേ, നീ എൻ്റെ കൂടെ വന്നേക്കണം, നീ എൻ്റെ കൂടെ വന്ന എല്ലാം സെറ്റാണ്, നീ എൻ്റെ കൂടെ വന്നേക്കണം. അല്ലെങ്കിൽ ഒരു വിഷമത്തിൽ, ഞാൻ ഇന്ന വിഷമത്തിലാ, നിന്നെ ഏൽപ്പിച്ചേക്കുവാ, എനിക്ക് നീയുള്ള ഏൽപ്പിക്കാൻ, അപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്, നീ ഏറ്റെടുത്തേക്കണം. ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുക, എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നന്ദി. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കരങ്ങൾ ഉയർത്തി ഈശോയ്ക്ക് ഒരു കയ്യടി കൊടുക്കാം. ഒപ്പം ക്രിസ്റ്റീനയ്ക്കും കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം.